ഓരോ വ്യക്തിയും അവർക്കറിയുന്ന രീതിയിൽ ഗുരുവിനെ ആവിഷ്കരിച്ച് നാം കാണാറുണ്ട്. ഓരോ വ്യക്തിയും അവരുടെ മനോഘടനയനുസരിച്ച് സത്യത്തെ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഓരോ വ്യക്തിയും അവരുടെ മനോധർമ്മമനുസരിച്ച് ഈശ്വരനെ വ്യാഖ്യാനിക്കുന്നത് നാം കേൾക്കാറുണ്ട്. പലപ്പോഴും ചില വ്യാഖ്യാനങ്ങളിൽ എന്തോ ഒരു വശപ്പിശക് നമുക്ക് തോന്നുന്നിടത്താണ് അതങ്ങനെയല്ല, ഇങ്ങനെയാണ് പറയേണ്ടിയിരുന്നത് എന്ന് കുറച്ച് ആഴത്തിൽ ചിന്തിക്കുന്നവർക്ക് തോന്നുക. സത്യത്തിൽ അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളുടെ ആവിർഭാവം എന്ന് എനിക്ക് തോന്നുന്നു. ഓരോ വിഷയങ്ങളെയും എടുക്കുന്നത് ആ വിഷയങ്ങളെക്കുറിച്ചുള്ള വികലമായ ധാരണകളെ മാറ്റിക്കൊണ്ട് സത്യാനുഭൂതിയുടെ സാകല്യത്തിലേക്ക് ഒരു വിഷയത്തിലൂടെ തന്നെ നമുക്ക് പോകാൻ കഴിയും എന്നുള്ള പ്രാവീണ്യത്തെ നേടിയെടുക്കുന്നതിനു കൂടി വേണ്ടിയിട്ടാണ് ഇത്തരം പഠന ശിബിരങ്ങൾ നമ്മളെ സഹായിക്കുക. ഇവിടെ പറയുന്ന വിഷയങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ചും ഈ ഗുരുദേവ സത്സംഗത്തിലെ സത്സംഗികൾക്ക് പുതുമയുള്ള ഒരു വിഷയമായിരിക്കില്ല. തീർച്ചയായും നിങ്ങൾ നിരന്തരമായി ഗുരുവിനെ വായിക്കുകയും കേൾക്കുകയും വിചാരം ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടമായതുകൊണ്ട് തന്നെ ഇതിലെ ഒരു കാര്യവും നിങ്ങൾക്ക് പുതുതായിരിക്കില്ല, ഒരു കാര്യവും നിങ്ങൾക്ക് അന്യമായിരിക്കില്ല. പിന്നെയും എന്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ വിഷയങ്ങളെ എടുത്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ, തത്വത്തിൻ്റെ ആവർത്തനം നമ്മുടെ ബുദ്ധിയെ സ്ഥിരപ്പെടുത്തുന്നു എന്നുള്ളതാണ്. സ്ഥിതപ്രജ്ഞതയിലേക്ക് കൊണ്ടുപോകാൻ, പ്രജ്ഞ ഗുരുവിൽ തന്നെ സ്ഥിരപ്രതിഷ്ഠിതമായിരിക്കാൻ, നമ്മളുടെ ബോധം ഏതൊരു സത്യത്തിലേക്കാണോ കേന്ദ്രീകരിക്കേണ്ടത് ആ സത്യത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കുവാൻ ആവർത്തനം സഹായിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഉപനിഷത്തുകളിലാണെങ്കിലും ശാസ്ത്രങ്ങളിലാണെങ്കിലും ഒരു കാര്യത്തെ തന്നെ വീണ്ടും വീണ്ടും പറയുമ്പോൾ കേൾക്കുന്നവർക്ക് തോന്നും എന്തിനാ ഇത്രയധികം തവണ പറയുന്നത്. പക്ഷെ ഋഷിക്കറിയാം എത്ര വട്ടം പറഞ്ഞാലാണ് അത് നമ്മളിൽ പ്രതിഷ്ഠിതമാവുക എന്നുള്ള കാര്യം. അപ്പോൾ ഒരു വ്യക്തിയിൽ പ്രതിഷ്ഠിതമാകുന്നത് വരെ തത്വപ്രതിപാദനത്തെ കൊണ്ടുപോവുക എന്നുള്ളത് ശാസ്ത്രത്തിൻ്റെയും ശാസ്ത്രം അരുളി ചെയ്ത ശാസ്ത്രജ്ഞരായിരിക്കുന്ന ഋഷിവര്യന്മാരുടെയും ഉത്തരവാദിത്തമായിരുന്നു, കടമയായിരുന്നു. തത്വമസി എന്ന മഹാവാക്യത്തെ സാമവേദാന്തർഗതമായിരിക്കുന്ന ഛാന്തോഗ്യോപനിഷത്തിൽ ഗുരുവായിരിക്കുന്ന ഉദ്ദാലകൻ ശിഷ്യനായിരിക്കുന്ന ശ്വേതകേതുവിനോട് 9 തവണ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 9ാമത്തെ വട്ടം തത്വമസി എന്ന് പറയുമ്പോഴാണ് ശ്വേതകേതുവിന് തത്വമസി എന്ന് പറയുന്ന ബ്രഹ്മാനുഭവം ഉണ്ടാകുന്നത്. അവിടെയാണ് ശ്വേതകേതു കൃതാർത്ഥനായിട്ട് പറയുന്നത് ധന്യോസി കൃതകൃത്യോസി എന്ന്. ഏതൊന്ന് കേട്ടാലാണോ ധന്യമാകുന്നത്, ഏതൊന്ന് കേട്ടാലാണോ കൃതാർത്ഥമായി തീരുന്നത്, അതെന്നിൽ അനുഭവമായി. അതുവരെ ഗുരുവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഭൂയയേവ മാ ഭഗവാൻ വിജ്ഞാപയത്വിതി, എനിക്ക് കുറെ കൂടി പറഞ്ഞു തരൂ ഭഗവാനെ, കുറച്ചുകൂടി പറഞ്ഞു തരൂ ഭഗവാനെ എന്ന്. അപ്പോൾ വീണ്ടും പല പലമായിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളിലൂടെ ഈ കുഞ്ഞിന് തത്വാവബോധം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഋഷി സമർത്ഥിക്കുന്നുണ്ട്. ഇത് ഭാരതീയ ചിന്തയുടെ അടിസ്ഥാന ഘടകമാണ്. ഈ ആവർത്തനങ്ങൾ പറയും തോറും കേൾക്കുന്നവൻ്റെ ഉള്ളിൽ, അനുവാചകൻ്റെ ഉള്ളിൽ ഉതിർന്നു വരുന്ന ഒരു കൈവല്യ നവനീതമുണ്ട്. അത് അനുദിനം ഉണർന്നു വരുന്ന നവനീതമാണ്. ഓരോ തവണ നിങ്ങൾക്കറിയാം ഗുരുദേവ കൃതികളെ സ്വാധ്യായത്തിന് വിധേയമാക്കുമ്പോൾ, ഗുരുദേവ കൃതികളെ വിചാരത്തിന് വിധേയമാക്കുമ്പോൾ ഓരോ തവണ വായിക്കുമ്പോഴും തൈരിൽ നിന്ന് വെണ്ണ കടഞ്ഞു വരുന്നത് പോലെ നമ്മുടെ അന്തരാത്മാവിൽ നിന്ന് പുതിയ പുതിയ ആശയങ്ങളുടെ ആവിർഭാവം ഉതിർന്നു വരുന്നത്.
2023 ആത്മോപദേശ ശതകം വായിക്കുമ്പോഴുള്ള അന്തരാനുഭൂതിയല്ല 24ൻ്റെ തുടക്കത്തിൽ ആത്മോപദേശ ശതകം വായിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അത്രയും പത്തരമാറ്റ് പുതുമയുള്ള ഒരു ദർശനത്തെ ഗുരു തന്നെ ദേവിയെ വർണ്ണിക്കുമ്പോൾ തെഴുമേനി എന്ന് പറയുന്നത് പോലെ, ഒരു തളിർമേനിയെ വർണ്ണിക്കുന്നത് പോലെ, ഒരു മരത്തിൽ, ഒരു വൃക്ഷത്തിൽ ഒരു എല്ലാ ഇലകളും കൊഴിഞ്ഞു പോയി പുതിയ നാമ്പുകൾ ഉടലെടുക്കുന്നത് പോലെ, കിസലയങ്ങൾ വരുന്നത് പോലെ, തളിരിലകൾ വരുന്നത് പോലെയാണ് ഒരു സാധകനിൽ ഗുരുവിന് അനുസന്ധാനം ചെയ്യുമ്പോൾ അവൻ്റെ അന്തരാത്മാവാകുന്ന വൃക്ഷത്തിൽ തളിരിലകൾ നാമ്പെടുക്കുന്നത്. ഇത് ആരൊക്കെ ഗുരുവിനെ ആത്മാർത്ഥമായി സമീപിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ കൈവന്നിട്ടുള്ള ഒരു അനുഭവമാണ്. അത്രയും വിശേഷപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ഗുരുവിൻ്റേത്. അതുകൊണ്ട് ഗുരു ആവിഷ്കരിച്ച എല്ലാവിധമായിരിക്കുന്ന സമ്പ്രദായങ്ങളിലും ഈ വ്യത്യസ്തതയും പുതുമയും ഉണ്ടായിരുന്നു. ഭാരതീയ ചിന്തയെ ഗുരു സ്വാംശീകരിച്ചതോടൊപ്പം, ഗുരു അംഗീകരിക്കുന്നതോടൊപ്പം, ഗുരു അതിനെ ആവിഷ്കരിക്കുമ്പോൾ വന്ന ആ പരമ്പരാഗതമായിരിക്കുന്ന മൂല്യങ്ങളെ ഉപേക്ഷിക്കാതെ അതിനെ ഒരു പുനർമൂല്യ നവീകരണം നടത്തുക എന്ന ഒരു ദൗത്യം ശ്രീനാരായണ ഗുരുവിൻ്റെ കർത്തവ്യങ്ങളിൽ, ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ ഒരു പശ്ചാത്തലത്തിലാണ് അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയെയും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. നമുക്കറിയാം, നമ്മൾ എല്ലാവരും പറയുന്നത് പോലെ അതൊരു സവിശേഷമായ വിപ്ലവമായിരുന്നു. അതൊരു സവിശേഷമായ നവയുഗത്തിൻ്റെ പിറവിയായിരുന്നു. അതുവരെ ഇല്ലാതിരുന്ന ഒരു പിറവി. നമ്മൾ പറയും, നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും, നവോത്ഥാനം എന്ന് പറയുന്നത് ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായിരുന്നു എന്ന് പറയാറുണ്ട്. ശബ്ദിക്കാൻ മറന്നുപോയവൻ്റെ, ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദം ഗുരുവിലൂടെയാണ് ഉയിർക്കൊണ്ടത് എന്ന് വേണമെങ്കിൽ ആ അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എനിക്ക് ശബ്ദിക്കാൻ വയ്യ, എനിക്ക് ശബ്ദിക്കാനുള്ള അവസരമില്ല, ഞാൻ ശബ്ദിച്ചാൽ എന്ത് കരുതും, എനിക്ക് എന്ത് ശബ്ദ സ്വാതന്ത്ര്യമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ നീയും അവരെപ്പോലെ തന്നെ സമാനനാണ് എന്നുള്ള മാനവികതയുടെ തുല്യ സന്ദേശത്തിലേക്ക് ഗുരു നമ്മളെ ചേർത്ത് നിർത്തുകയായിരുന്നു. അവിടെ ഒരു തരത്തിലുള്ള വിഭാഗീയതകളും കാണാതിരുന്ന ഗുരു മനുഷ്യ നന്മയെ ആകവേ ലാക്കാക്കിക്കൊണ്ട്, ഗുരുവിനെ നമുക്ക് ശ്രദ്ധിച്ചറിയാം, ഗുരു ഒട്ടും ഒരു ആൻറ്റി ബ്രാഹ്മണിക്കായിരുന്നില്ല. നമ്മളിങ്ങനെ പറയുമ്പോൾ ഗുരു ഒരു സവർണ വിരോധി എന്ന് ഒരിക്കലും ധരിക്കരുത്. ഗുരു ഒരു മനുഷ്യൻ്റെയും വിരോധിയായിരുന്നില്ല. പക്ഷേ ഗുരു എന്ത് ചെയ്തു? എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ഒരു പൊതു താല്പര്യത്തിലേക്ക്, ഒരു പൊതുബോധത്തിലേക്ക് ഗുരു കൊണ്ടുവരികയാണ് ചെയ്തത്. ഒരു കുറച്ച് പേര് മാത്രമല്ല മനുഷ്യൻ, ആരൊക്കെ ഇവിടെയുണ്ടോ അവരെയൊക്കെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം. ഒന്നായ മാനവർക്കൊറ്റ നീതി, ഈ മണ്ണ് നമ്മുടെ ആകഭൂമി, ഒന്നായി പണിയെടുത്തുണ്ണണം നാം, എല്ലാവരും എല്ലാവർക്കും ഓമനകൾ എന്ന് ഗുരു നിത്യചൈതന്യതിയുടെ കവിത പോലെ. ഈ മണ്ണ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. നമ്മൾ മനുഷ്യരെക്കുറിച്ച് മാനവികത പറയുമ്പോൾ, മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യരല്ലാത്തതിനെയും ഉൾപ്പെടുത്തി പറഞ്ഞു തന്ന ഗുരുവിൻ്റെ ഒരു തലമുണ്ട്. പക്ഷെ ഗുരു കണ്ടു, ആദ്യം മനുഷ്യരൊക്കെ ഒന്നാവട്ടെ, മനുഷ്യത്വത്തിലേക്ക് വന്നിട്ട് വേണമല്ലോ പട്ടിയെയും പൂച്ചയെയും കുരുവിയെയും ഒക്കെ കുറിച്ച് പറയാനായിട്ട്. അതുകൊണ്ട് മനുഷ്യനെ ആകവെ ചേർത്ത് നിർത്തി. അപ്പോൾ ഒരു ജനത, ഒരു പ്രത്യേകിച്ച് ഒരു ദിശാബോധമില്ലാത്ത ഒരു ജനതയെ മുന്നിൽ കണ്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഒരു ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന ഒരു ജനതയെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ പറയുന്നു, ഭാരതീയ ചിന്തയിൽ പറയുകയാണ്, ഒരു വ്യക്തിയുടെ പരമപുരുഷാർത്ഥങ്ങളുണ്ട് എന്നും ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവുമാണ് പരമപുരുഷാർത്ഥം എന്ന് പറഞ്ഞിട്ട് ആ മോക്ഷത്തെ ആത്യന്തികമായിരിക്കുന്ന പുരുഷൻ സാക്ഷാത്കരിക്കേണ്ട ലക്ഷ്യമാണ് എന്ന് പറഞ്ഞു തരുമ്പോഴും ആ മോക്ഷത്തെ അന്യമായി കണ്ട ഒരു വലിയ വിഭാഗം, ആ മോക്ഷം എന്താണെന്നറിയില്ലാത്ത ഒരു വലിയ ഭാഗം, അവരെ എങ്ങനെയാണ് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ എളുപ്പം എന്ന് ആലോചിച്ചപ്പോൾ ഗുരു കണ്ട ഏറ്റവും നല്ല ആദർശമായിരുന്നു, ഗുരു കണ്ട ഏറ്റവും നല്ല സങ്കല്പമായിരുന്നു ഈ ക്ഷേത്രപ്രതിഷ്ഠകൾ.
അതിലൂടെ ഒരു വ്യക്തിയെ സമ്പൂർണ്ണനാക്കാൻ കഴിയും എന്ന് ഗുരുവിന് മനസ്സിലായി. അതിലൂടെ ഒരു വ്യക്തിക്ക് ഉദ്ബോധനത്തിൻ്റെ തെളിച്ചവും വെളിച്ചവും കൈവരിക്കാൻ കഴിയും എന്ന് ഗുരുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഈശ്വര ഭക്തിയിലൂടെ ഒരു ജനതയെ യഥാർത്ഥമായിരിക്കുന്ന ജീവിത ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഗുരു ശ്രമിച്ചു.